റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത ഡെറിവേഷനാണ് മിറർ ഇക്വേഷൻ. ഓക്കെ, ഈ മിറർ ഇക്വേഷൻ അത്യാവശ്യം എക്സാമിനൊക്കെ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെ വരുന്നത് ഫിഗർ വരയ്ക്കാം. നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു കോൺ കേവ് മിററാണ്. ഓക്കെ ആണോ? ഒരു കോൺ കേവ് മിറർ നടുക്കൂടെ കടന്നു പോകുന്ന എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് അതിൻ്റെ പോളാണ്. ഓക്കെ, ഇത് ഫോക്കസ് ആണ്, അതുകൊണ്ട് ഇതെന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഒരു കൺസെപ്റ്റ് നോക്കുക. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് ഇവിടെ വയ്ക്കുന്നു. ഓക്കെ ആണോ? ഈ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിന് വെളിയിലായിട്ട് OB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ വയ്ക്കുന്നു. ഈ ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഇമേജ് വരച്ചു നോക്കാം. ഫസ്റ്റ് പാരലായിട്ട് പോകുന്ന റേ ഏത് വഴി വരുന്നു? ഫോക്കസ് വഴി കടന്നു പോകും. കൺസെപ്റ്റ് ഒക്കെ ആണല്ലോ, പാരലായിട്ട് പോകുന്ന റേ ഫോക്കസ് വഴി കടന്നു പോകുന്നു. ഇനി രണ്ടാമത്, ഇത് പോളിനെ ലക്ഷ്യമാക്കി നമ്മളൊരു റേ ഓഫ് ലൈറ്റ് വരയ്ക്കുന്നു. ഒരു പർട്ടിക്കുലർ ആംഗിൾ, ഇപ്പോൾ തീറ്റ ആണെങ്കിൽ അതേ ആംഗിൾ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു, ആ റേ ഓഫ് ലൈറ്റ് തിരിച്ചു വരും. ആംഗിൾ സെയിം ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇത് രണ്ടും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അതാണ് ഇവിടുത്തെ ഇമേജ്. നമുക്ക് അതിന് പേര് കൊടുക്കാം IM. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ഇരുന്നത് നമുക്ക് 2-3 ട്രയാങ്കിൾ ഇവിടെ കിട്ടി. ഇതൊരു 90 ഡിഗ്രിയാണ്, ഇതൊരു 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്, സിമിലർ ആണെന്നുള്ള കൺസെപ്റ്റ്. കാരണം എന്താണ്, ഇവിടെ 90, ഇവിടെ 90, ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ തീറ്റ, 30 ആണെങ്കിൽ 30, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അത്തരം ട്രയാങ്കിൾ എന്തായിരിക്കും, സിമിലർ ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ OBP ആൻഡ് ട്രയാങ്കിൾ IMP. ഈ OBP എന്നുള്ള വലുതും ഇത് എന്താണ്, സിമിലർ ആണ്. ഈ സിമിലർ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് എതിരെയുള്ള സൈഡ്സും എങ്ങനെയായിരിക്കും, സെയിം റേഷ്യോ ആയിരിക്കും. അപ്പോൾ കുഞ്ഞു ട്രയാങ്കിളിന്റെ സൈഡ് ഏതാണ്, IM ബൈ വലുതിന്റെ ഏതാണ്, OB. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടുത്തെ ചെറുതിൻ്റെ ട്രയാങ്കിൾ ആരാണ്, IP ബൈ OP. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇനി രണ്ടാമതൊരു സിമിലർ ട്രയാങ്കിൾ കൂടെ കൺസിഡർ ചെയ്യാണ്. ഈ കുഞ്ഞു ട്രയാങ്കിൾ IMF, അതായത് ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ M എന്ന് കൊടുക്കാം, M എന്ന് പേര് കൊടുക്കാം, FMP. ഇതിന്റെ ഈ രണ്ട് ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾ, അത് രണ്ട് ഈക്വൽ, ഇത് 90, ഇവിടെ 90. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്, സിമിലർ ആണ്. അപ്പോൾ അതിനെതിരെയുള്ള സൈഡ്സിന്റെ റേഷ്യോ നോക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ആരാണ്, IM ബൈ MB ഈക്വൽ ടു ഇവിടെ ഏതാണ് പറഞ്ഞു, IF ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ ഏതാണ്, IP. IF ഡിവൈഡഡ് ബൈ, സോറി IP അല്ല, IF ഡിവൈഡഡ് ബൈ FP. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ ചെറിയൊരു കൺസെപ്റ്റ് അപ്ലൈ ആണ്. ഈ OBയും MBയും ഈക്വൽ ആണ്. കാരണം ഇത് 5 ആണെങ്കിൽ ഇത് 5, കാരണം ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എഴുതാം OB ഈക്വൽ ടു MB. ഇനി ഇക്വേഷൻ നമ്പർ 1ൽ 2ലും കോമൺ ആയിട്ട് IM ഉണ്ട്. ഇവിടെ OB MB ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് എന്താണ്, ഈക്വൽ ആണ്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നു IP ബൈ OP വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, IF ബൈ FP എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ ഓരോന്നും എന്താണ് നോക്കാം. IP ഇമേജ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്, OP ഒബ്ജക്റ്റ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്, IF ഈ കുഞ്ഞ് ഡിസ്റ്റൻസ് ആണ്. IF-നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. IF ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതോട്ട് ഇതൊരു IP അല്ലേ, ഇതോട്ട് ഇതൊരു FP അല്ലേ. അപ്പോൾ ഈ IP-ന്ന് ഈ FP കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, IF കിട്ടും. അതായത് IF-നെ നമുക്ക് ഇങ്ങനെ എഴുതാം, IP മൈനസ് FP എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി FP എന്ന് പറഞ്ഞാൽ ഫോക്കസ് ലെങ്ത്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. IP എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമേജ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്. IP എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമേജ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്. അതിന് നമുക്ക് V എന്നെടുക്കാം. ലെഫ്റ്റ് സൈഡ് ആയിട്ട് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൊടുത്തു, മൈനസ്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് IP ആയി അടുത്ത് OP എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്. അതെന്താണ്, U ആണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൂടെ കൊടുക്കുമ്പോൾ -U. ഇനി ഉള്ളത് FP എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ദൂരം, അത് -F. ഇത്രയും നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമുക്ക് ഇനി എടുക്കാം. ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും പറഞ്ഞ്, IP ബൈ OP. IPക്ക് പകരം എന്താണ്, -V ബൈ OPക്ക് വരും എന്താണ്, -U.
ഇപ്പുറത്ത് എങ്ങനെ വരും പറഞ്ഞേ, ഐ എഫ് ബൈ എഫ് പി. ഐ എഫിന് വരെ നമുക്ക് ഐ പി മൈനസ് എഫ് പി എന്ന് എഴുതി കൂടി. ഐ പി എന്ന് പറഞ്ഞാൽ മൈനസ് വി മൈനസ് എഫ് പിക്ക് വരെ എന്ത് കൊടുക്കാം, മൈനസ് എഫ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എഫ് പി. അതിന് വരെ എന്തിനു കൊടുക്കുന്നു, മൈനസ് എഫ്. ഈ മൈനസ് മൈനസും കൂടെ ഇവിടെ എന്താവും, പ്ലസ് ആവും. ഇനി കൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക. ഈ മൈനസ് മൈനസും വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, വി മൈനസ് യു എന്ന് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നോക്കാം. ഇനി ഇവിടെ ഉള്ളത് ഈ എഫിനെ നമുക്കൊന്ന് പുറത്തോട്ട് എഴുതി നോക്കാം. അതായത് ഇതിനെ രണ്ടിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ മൈനസ് വി ബൈ മൈനസ് എഫ് എങ്ങനെ വരും, വി ബൈ എഫ് എന്ന് വരും. ഓക്കെ, ഇനി എഫ് ബൈ എഫ്, എഫ് ബൈ മൈനസ് എഫ്. അപ്പോൾ അവിടെ എന്ത് വരും, മൈനസ് 1 എന്നും വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കിട്ടി, വി ബൈ യു ഈക്വൽ ടു വി ബൈ എഫ് മൈനസ് 1 എന്ന് എഴുതും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് നമ്മളൊരു വി വെച്ച് ഡിവൈഡ് ചെയ്യും. ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ഒരു വി വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും പറഞ്ഞേ, വി ബൈ യു വി. ആ വിയും വിയും വെട്ടിപ്പോകുന്നു. നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്, 1 ബൈ യു കിട്ടും. ശരിയല്ലേ? അതൊന്ന് സമത്തിനപ്പുറം താഴെ ഒരു വി വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. വിയും വിയും വെട്ടിപ്പോകുന്നു, എന്ത് വരുന്നു, 1 ബൈ എഫ് വരുന്നു. ഓക്കെ, മൈനസ് 1 ഉണ്ട്, 1നെ വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ വിയും വരുന്നു. ഈ മൈനസ് 1 ബൈ വി സമത്തിന് ഇപ്പുറം വന്നാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും പറഞ്ഞ്, ഇക്വേഷൻ കിട്ടുന്നു, ഇങ്ങനെ കിട്ടുന്നു. ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരുന്നു, 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ യു മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി. ഇതാണ് നമ്മുടെ എന്ത്, മിറർ ഇക്വേഷൻ. ഓക്കെ.